25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. വിജയപ്രതീക്ഷയിൽ ഒറ്റപ്പാലത്ത് UDF ക്യാമ്പ്. PK ശശി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് PMA ജലീൽ. തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒറ്റപ്പാലത്തെ UDF ക്യാമ്പ്. കൃത്യമായ അച്ചടക്കവും കൃത്യതയും പാലിച്ചാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് എന്നും ഘടക കക്ഷികൾക്കെല്ലാം ഒരേപോലെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചതെന്നും വ്യക്തമാക്കുകയാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PMA ജലീൽ. PK ശശി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച PK ശശി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വ്യത്യസ്തമായ പല കാരണങ്ങളും അതിനുണ്ട്. ഒന്ന്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യജനാധിപത്യ മുന്നണിയിലുണ്ടായ കൃത്യമായ അച്ചടക്കവും കൃത്യവും. രണ്ടാമത്തേത്, എല്ലാവർക്കും സുസമ്മതനായ സ്ഥാനാർത്ഥി. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മറ്റു എല്ലാ കക്ഷികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ സുസമ്മതനായ സ്ഥാനാർത്ഥിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ മത്സരിപ്പിച്ചത്. നിലവിലെ MLAയോടുള്ള വിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായിട്ടുണ്ടെന്നാണ് PMA ജലീലിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയും UDFനുണ്ട്. പ്രേംകുമാർ MLAയോടുള്ള ഒരു ജനവികാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഞങ്ങൾ ഒറ്റപ്പാലം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. CPM BJP കൂട്ടുകെട്ടിന്റെ സൂത്രധാരനാണ് P വേണുഗോപാൽ എന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടെന്നും PMA ജലീൽ വ്യക്തമാക്കി. ഒറ്റപ്പാലത്ത് UDFന് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ലെന്ന P വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിക്കുകയായിരുന്നു ജലീൽ. ടൈപ്പ് CPMഉം BJPയും തമ്മിലുണ്ടാക്കിയ അവിഹിത ബന്ധം, അതിൻ്റെ സൂത്രധാരകനായി നിൽക്കുന്ന ഈ ആളാണ് പ്രിയപ്പെട്ട ശ്രീ വേണുഗോപാൽ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിയോജിപ്പുണ്ട്. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു.